ഹലോ നമസ്കാരം. LG ഫാഷൻ ലാബിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഈ ഒരു അടിപൊളി കമ്മൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഈ കമ്മൽ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് റെഡ് കളറിലുള്ള കുന്തൻ സ്റ്റോൺസ് ആണ് കേട്ടോ. ഡ്രോപ്പ് ഷേപ്പിലെ കുന്തൻ സ്റ്റോൺസ്, പിന്നെ പേൾ ചെയിനും എടുത്തിട്ടുണ്ട്. പിന്നെ ഹാങ്ങിങ്സ് ആയിട്ട് പേൾ ബീഡ്സ് ആണ് എടുത്തിരിക്കുന്നത്. ആദ്യം OHP ഷീറ്റിന്റെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. അതിൽ 2 സർക്കിൾ ഇതുപോലെ വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആദ്യം മുകൾ ഭാഗത്ത് ഒരു ഫ്ലവർ ഷേപ്പിൽ ചെയ്ത് കൊടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 5 പെറ്റൽസ് ആയിട്ടാണ് കേട്ടോ വെച്ച് കൊടുത്തിരിക്കുന്നത്. എപ്പോഴും പറയാനുള്ളത് പോലെ ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഗമ്മ് B7000 ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഷോർട്സ് വീഡിയോ ഞാൻ 7 days 7 ഇയറിങ്സ് ചാലഞ്ചിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോ ആണിത്. ഫ്ലവർ ഷേപ്പ് ഇതുപോലെ ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ നടുക്ക് കുറച്ച് ഗം അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു സെറാമിക് കുന്തൻ സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ, റൗണ്ട് ഷേപ്പിലുള്ളത്. ഇനി ആ സർക്കിളിന്റെ ബാക്കിയുള്ള പോർഷൻ ഇല്ലേ, അവിടെ ഗം അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ പേൾ ചെയിൻ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. പേൾ ചെയിൻ ആയാലും സ്റ്റോൺ ചെയിൻ ആയാലും നല്ല വൃത്തിക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ആ സ്റ്റോൺസ് എല്ലാം നന്നായിട്ട് അടുപ്പിച്ചടുപ്പിച്ച് കൊടുക്കണം കേട്ടോ, എന്നാലേ നല്ല ഫിനിഷിങ്ങിൽ കിട്ടുള്ളൂ. അപ്പോൾ അത് നല്ല വൃത്തിക്ക് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഷേപ്പൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. പേൾ ചെയിനൊക്കെ നമുക്ക് എത്രയാണോ ആവശ്യമുള്ള ലെങ്ത് അതിനനുസരിച്ച് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെക്കുവാണെങ്കിൽ എളുപ്പം പണി കഴിയും. പക്ഷേ ഇപ്രാവശ്യം ഞാൻ ആദ്യമേ കട്ട് ചെയ്ത് വെച്ചില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ എക്സസ് ആയിട്ട് വരുന്ന ചെയിൻ കട്ട് ചെയ്ത് കളയാണ് കേട്ടോ. ഇനി നമുക്ക് ഈ ഷേപ്പൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ തിരിച്ചിട്ട് അതിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ വരച്ച പാടുണ്ടാവുമല്ലോ, അപ്പോൾ അതിൽ കൂടെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിനി ചുറ്റും റെഡ് കളറ് ഡ്രോപ്പ് ഷേപ്പിലെ കുന്തൻ സ്റ്റോൺ തന്നെ ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ്. ആദ്യം ഈ ഡ്രോപ്പ് ഷേപ്പിലെ കുന്തൻ സ്റ്റോൺ ഇത് എങ്ങനെ വെച്ച് കൊടുക്കുന്നത് എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് താഴേക്ക് ഡൗൺവേർഡ് ഫേസിങ് ആയിട്ടും സൈഡിൽ ചെരിച്ചും വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് ഇതുപോലെയുള്ള വീഡിയോസൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ എൻ്റെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ നമുക്ക് ഫ്ലവറിൻ്റെ സൈഡിലുള്ള സ്റ്റോൺസ് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് ഞാൻ ഇതുപോലെ ചെരിച്ചാണ് വെച്ച് കൊടുക്കുന്നത്. 3 അതുപോലെ വെച്ചതിന് ശേഷം ബാക്കിയെല്ലാം ഡൗൺവേർഡ് ഫേസിങ് ആയിട്ട് വെച്ച് കൊടുത്തു കേട്ടോ. എന്നിട്ട് ബാക്കി എക്സ്ട്രാ ഒരു ഗ്യാപ്പ് അവിടെ വരുന്നില്ല, അവിടേക്ക് താഴേക്ക് ഫേസ് ചെയ്യുന്ന രീതിയിലും വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു സ്റ്റോൺ. ഇതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും കൂടെ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഈ ഉണ്ടാക്കുന്ന ഐറ്റംസിൻ്റെ ഒക്കെ സെയിലും എനിക്കുണ്ട് കേട്ടോ. അപ്പം ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ തന്നെയാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ. ഇൻസ്റ്റാഗ്രാമിൽ DM ചെയ്താലും മതി കേട്ടോ. അപ്പോൾ ഇതേ സ്റ്റോൺസ് ഒക്കെ ഞാൻ മുഴുവനായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സ്റ്റഡും കൂടി ചെയ്തെടുക്കാം കേട്ടോ. സ്റ്റഡും ഞാൻ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫ്ലവർ ഷേപ്പ് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഫ്ലവർ ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ നടുക്ക് ഒരു സെറാമിക് കുന്തൻ സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. ഇതുപോലെ തന്നെ രണ്ടാമത്തതും കൂടി ചെയ്തെടുക്കുക. ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് ഡ്രൈ ആകാൻ വെക്കാം. ഡ്രൈ ആയതിനു ശേഷം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള വ്യൂ ആണ് കേട്ടോ ഇത്. ഇനി നമുക്കിതിൽ ഇന്റർകണക്ട് ചെയ്യാനുള്ളതും ലോറിയാൽസ് ആഡ് ചെയ്ത് കൊടുക്കാനുള്ള ഐപിൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ സ്റ്റഡ് ബേസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ആദ്യം സ്റ്റഡ് എടുക്കാം. സ്റ്റഡ് എടുത്തതിന് ശേഷം അതിൽ കുറച്ച് ഗം അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം സ്റ്റഡ് ബേസ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ താഴേക്കൊരു ഐപ്പിനും കൂടി ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് വാക്സ് പേപ്പറും കൂടി ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ ഇതിൻ്റെ ബാക്ക് സൈഡിൽ. അതിന് വേണ്ടിയിട്ട് ഞാൻ കറക്റ്റ് ഷേപ്പിലൊക്കെ വാക്സ് പേപ്പർ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കുറച്ച് ഗം അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഹാങ്ങിങ് പോർഷനിൽ ഐപ്പിൻസ് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ, ഇന്റർകണക്ട് ചെയ്യാനായിട്ടുള്ളതും പിന്നെ ലോറിയാൽസ് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളതും. ഞാൻ ഓരോ ഡൗൺവേർഡ് ഫേസിങ് ആയിട്ട് വെച്ച സ്റ്റോൺസിലെ അതിൻ്റെ ഓരോന്നിൻ്റെയും ബാക്കിൽ ഐപ്പിൻസ് ഒട്ടിച്ചു കൊടുത്ത് ലോറിയാൽ ആഡ് ചെയ്ത് കൊടുക്കാനാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിലെല്ലാത്തിലും ഞാൻ ഗം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇനി ഓരോന്നോരോന്നായി ഐപ്പിൻസ് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പം നേരത്തെ നമ്മൾ സ്റ്റഡിൽ ഐപ്പിൻ ഒട്ടിച്ചു കൊടുത്തത് അത് ഹൊറിസോണ്ടലായിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇന്റർകണക്ട് ചെയ്യാനുള്ള ഐപ്പിൻ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ അത് വെർട്ടിക്കലായിട്ട് വേണം ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. പിന്നെ ഞാൻ ഇവിടെ തന്നെ താഴേക്കൊരു ലോറിയാലും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനുള്ള ഐപ്പിനും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കി ലോറിയാൽസ് ആഡ് ചെയ്ത് കൊടുക്കാനുള്ള ഐപ്പിൻസ് ഒട്ടിച്ചു കൊടുക്കുവാണ്. അപ്പോൾ ഐപ്പിൻസ് വളരെ ചെറിയ സൈസിലാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. വളരെ ചെറിയ ഗ്യാപ്പിലല്ലേ നമുക്കിത് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് വളരെ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നോരോന്നായി എല്ലാ ഐപ്പിൻസും ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഇതുപോലുള്ള വലിയ ഹാങ്ങിങ് കമ്മലുകൾ ഉണ്ടാക്കുമ്പോൾ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടും മെസ്സി ആയിട്ടുള്ളൊരു പാർട്ട് എന്ന് പറഞ്ഞാൽ ഇതാണല്ലേ. ഇനിയിപ്പോൾ ഐപ്പിൻസ് എല്ലാം ഒരേ ഡയറക്ഷനിൽ തന്നെ കറക്റ്റായിട്ടൊക്കെ എല്ലാം ഇരിക്കുന്നതെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാനിതൊന്ന് തിരിച്ചു വെച്ചിട്ട് എല്ലാം ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതുപോലെ തന്നെ രണ്ടാമത്തെ കമ്മലും കൂടി ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം വാക്സ് പേപ്പറും കൂടി ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. വാക്സ് പേപ്പർ ഒട്ടിച്ചു കൊടുക്കുന്നത് ആക്ച്വലി ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയേ. എന്നിട്ട് ഇത് ഡ്രൈ ആകാൻ വെക്കാം. ഡ്രൈ ആയതിനു ശേഷം നമുക്കിത് ഇന്റർകണക്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ആദ്യം എല്ലാ ഐപ്പിൻസും ഓപ്പൺ ചെയ്ത് കൊടുക്കുവാണ്. അതിലേക്ക് ആഡ് ചെയ്യേണ്ട ലോറിയാൽസ് എല്ലാം ഓരോന്നോരോന്നായി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഹാങ്ങിങ് കമ്മലുകൾ ഉണ്ടാക്കുന്നതിൽ ഏറ്റവും സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള പാർട്ട് ഇതാണ്.
ലോറിയാൽസ് എല്ലാം ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ ഫൈനൽ ലുക്ക് കാണുമ്പോഴുള്ള സന്തോഷമല്ലേ, അതൊന്നും വേറെ തന്നെയാണല്ലേ. അങ്ങനെ ലോറിയാൽസ് ഓരോന്നോരോന്നായി ആഡ് ചെയ്ത് കൊടുക്കുക. എല്ലാ ലോറിയാൽസും ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റഡും ഹാങ്ങിങ് പോർഷനും കൂടി എനിക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. അതോടുകൂടി നമ്മുടെ കമ്മൽ ഇവിടെ റെഡിയായി കിട്ടും. അപ്പോൾ ഈ ഒരു റെഡ് കളർ ഹാങ്ങിങ് കമ്മൽ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് എന്തായാലും കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇത് രണ്ടാമത്തെ കമ്മലും കൂടി ഇതുപോലെ തന്നെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണിത്. അപ്പോൾ അങ്ങനെ 2 കമ്മലിൻ്റെയും ചെയ്തെടുത്തതിന് ശേഷമുള്ള ഫൈനൽ ലുക്ക് എന്താണ്, എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ഈ ഒരു ഹാങ്ങിങ് കമ്മൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ പുതിയൊരു വീഡിയോയുമായി വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.